ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പണമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ കയ്യിൽ തൊപ്പിയും ഗണ്ണും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളെ തോൽപ്പിക്കാൻ വരുന്നത് നിങ്ങളെപ്പോലെയുള്ള ഒരാളല്ല, പകരം ആയിരക്കണക്കിന് വരുന്ന കൊതുകുകളാണ്. നിങ്ങളുടെ ഗൺ കൊണ്ടും അല്ലെ നിങ്ങളുടെ ശക്തി കൊണ്ടും നിങ്ങൾ എത്ര കൊതുകിനെ കൊല്ലും? മാക്സിമം ഒരു 10 കൊതുകിനെ. പക്ഷേ ഒരു സമയം 10,000കണക്കിന് കൊതുകുകൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിലുള്ള എല്ലാവിധ മോഡേൺ വെപ്പൺസുകളും യൂസ്ലെസ് ആയി പോവും, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോവും. ഇതൊരു സിനിമ സ്ക്രിപ്റ്റ് അല്ല, ഇതാണ് റിയൽ ലൈഫ് മിലിറ്ററി സ്ട്രാറ്റജി. ഇറാൻ എന്ന രാജ്യം ലോകശക്തിയായ അമേരിക്കയെ എങ്ങനെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ വെച്ച് ഭയപ്പെടുത്തുന്നു, അതിൻ്റെ പിന്നിലെ മാസ്റ്റർ പ്ലാനാണ് മോസ്കിറ്റോ ഫ്ലീറ്റ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിലെ ചതിക്കുഴികളെ പറ്റിയാണ്. നമ്മൾ ആദ്യം ഈ സ്കെയിൽ ഒന്ന് മനസ്സിലാക്കണം. അമേരിക്കയുടെ ഒരു ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ വിലയെന്ന് പറയുന്നത് $13 മില്യൺ, അതായത് കോടിക്കണക്കിന് രൂപ. ഇതൊരു ഫ്ലോട്ടിംഗ് സിറ്റിയാണ്. പക്ഷേ ഇറാൻ ഇവിടെ ചിന്തിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ എന്തിന് $13 മില്യൺ, അതായത് കോടിക്കണക്കിന് രൂപ മുടക്കി എന്തിന് വലിയ യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കണം? അതിന് പകരം നമുക്ക് $50,000 1000 സ്പീഡ് ബോട്ടുകൾ ഉണ്ടാക്കിയാൽ പോരെ? ഒരു അമേരിക്കൻ മിസൈലിൻ്റെ വില ചില സമയം ഈ ബോട്ടിൻ്റെ വിലയേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഒരു ബോട്ടിനെ തോൽപ്പിക്കാൻ അമേരിക്ക സ്പെൻഡ് ചെയ്യുന്ന അത്രയും പോലും ഇറാന് ബോട്ട് ഉണ്ടാക്കാൻ ചിലവ് വരുന്നില്ല. ഇതിനെയാണ് നമ്മൾ ഏസ്മെട്രിക് വാർഫെയർ എന്ന് പറയുന്നത്. അതായത് ശക്തനായ ഒരാളെ നമുക്ക് തോൽപ്പിക്കണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. എന്തിനു വേണ്ടിയാണ് അമേരിക്കയുടെ വലിയ പടക്കപ്പലുകളെ തോൽപ്പിക്കാൻ വേണ്ടി ഇറാൻ ഈ ബോട്ട് ഉണ്ടാക്കുന്നത്? ഇത് വെറും ഒരു നോർമൽ ബോട്ടല്ലേ? ഈ ബോട്ട് വെച്ച് എങ്ങനെയാണ് അമേരിക്കയുടെ വലിയൊരു യുദ്ധക്കപ്പലിനെ തന്നെ തോൽപ്പിക്കാൻ പറ്റുന്നത്? ഈ ബോട്ടിൻ്റെ ആദ്യത്തെ ഗുണമെന്ന് പറയുന്നത് ഇൻവിസിബിൾ സ്പീഡാണ്. അതായത് ഈ ബോട്ട് ഇറാൻ നിർമ്മിക്കുന്നത് ചില ഫൈബർ ഗ്ലാസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് മോഡേൺ റഡാറുകൾക്ക് പോലും ഈ ബോട്ടിനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. ഇനി അഥവാ കണ്ടെത്തിയാലും അവർക്ക് ആദ്യം തോന്നുന്നത് ഇതൊരു ഫിഷിംഗ് ബോട്ടാണെന്ന് മാത്രമേ തോന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എണ്ണത്തിൽ കൂടുതൽ. ഒരു കൊതുകിനെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ 100 കൊതുകൾ അല്ലെങ്കിൽ 1000 കൊതുകൾ പല സ്ഥലത്തു നിന്ന് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? റഡാറിൻ്റെ സ്ക്രീനുകൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ കയ്യിൽ ബവാർ എന്ന പേരുള്ള ഒരു ബോട്ടുണ്ട്. അതിൽ എക്സ്പ്ലോസീവ്സ് നിറച്ച്, അതായത് പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ നിറച്ച് അതിനെ മനുഷ്യർ തന്നെ നിയന്ത്രിക്കും. ആ ബോട്ടിനെ മനുഷ്യരതിനകത്ത് ഇരിക്കണമെന്ന് നിർബന്ധമില്ല. ആ ബോട്ടിനെ മനുഷ്യർ നിയന്ത്രിച്ച് ഈ യുദ്ധക്കപ്പലിലേക്ക് കൊണ്ട് ഇടിപ്പിച്ച് ആ യുദ്ധക്കപ്പലിന് ഭയങ്കര വലിയൊരു കേടുപാടുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 2002 US മിലിറ്ററി ഒരു വാർ ഗെയിം നടത്തിയിരുന്നു, മില്ലേനിയം ചലഞ്ച്. ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ച ഈ മോസ്കിറ്റോ സ്ട്രാറ്റജി റെഡ് ടീം എന്ന് പറഞ്ഞൊരു ടീം ഉപയോഗിച്ചിരുന്നു. റിസൾട്ട് എന്തായിരുന്നു അറിയാവോ? 10 മിനിറ്റിൽ അമേരിക്കയുടെ 16 വലിയ കപ്പലുകൾ സമുദ്രത്തിൽ മുങ്ങിപ്പോയി. പെൻഡഗനെ പോലും ഞെട്ടിച്ച ഒരു സംഭവമാണിത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അമേരിക്കയുടെ കയ്യിൽ വലിയ തോക്കുകളില്ലേ, വലിയ മിസൈലുകളില്ലേ, പിന്നെ എന്തിനാ ആയിരക്കണക്കിന് വരുന്ന ഈ ബോട്ടുകളെ പേടിക്കുന്നു? ഇതിൻ്റെ റീസൺ ലൊക്കേഷനാണ്. അതായത് യുദ്ധം നടക്കുന്ന സ്ഥലം. യുദ്ധം നടക്കുന്ന സ്ഥലം എവിടെയാ? സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്. ലോകത്തിലെ 20% ഓയിലുകളും ഈ വരിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനും പ്രശ്നം വന്നത്. അതായത് ക്രൂഡ് ഓയിൽ നമുക്ക് കിട്ടാൻ തടസ്സം വരുന്നത്. അപ്പം ലോകത്തിൽ തന്നെ 20% ക്രൂഡ് ഓയിലും കടന്നു പോകുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വരെയാണ്. ഇനി ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇടുങ്ങിയ, അതായത് വീതി കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വലിയ ഷിപ്പുകൾ ഇതിലേക്ക് വന്നാലും പെട്ടെന്ന് ഷിപ്പ് തിരിക്കാനോ പെട്ടെന്ന് ഷിപ്പ് മാറ്റാനോ സാധിക്കില്ല. പക്ഷേ ഇറാൻ ഈ സ്ഥലം അവരുടെ ഹോം ഗ്രൗണ്ട് പോലെയാണ്. അതായത് അവർ ജനിച്ച് വീണപ്പോൾ തൊട്ട് അവർ കണ്ടു വളർന്നിട്ടുള്ളൊരു സ്ഥലം. ആ സ്ഥലത്തിൻ്റെ ABCD അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നിങ്ങളിങ്ങനെ ചിന്തിക്കൂ, ഒരു വലിയൊരു ലോറി വളരെ ഇടുങ്ങിയ ഒരു റോഡിലൂടെ പോവുകയാണ്. പെട്ടെന്ന് 50 പിള്ളേർ സൈക്കിളിൽ വന്നിട്ട് ആ ലോറിയിലേക്ക് കല്ലെറിയാൻ തുടങ്ങി. ലോറിക്ക് പെട്ടെന്ന് തിരിയാനോ പെട്ടെന്ന് മാറ്റാനോ സാധിക്കില്ല. ലോറിക്കാരന്, അതായത് ലോറി ഡ്രൈവറിന് ആ പിള്ളേരെ പിടിക്കാനും പറ്റത്തില്ല. ഇതാണ് US മിലിറ്ററിക്ക് ഇപ്പം ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെ വിട്ടാൽ പറ്റുമോ? കൗണ്ടർ അറ്റാക്ക് ചെയ്യണ്ടേ? അമേരിക്കയുടെ റിവെഞ്ച്.
എന്ന് വെച്ച് അമേരിക്കയ്ക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? അവരിപ്പോൾ തന്നെ ആൻറ്റി മോസ്കിറ്റോ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതായത് അവരുടെ എയർ റഡാറിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇറാൻ്റെ ഈ ചെറിയ ബോട്ടുകൾ വളരെ എളുപ്പത്തിൽ AI-യുടെ സഹായത്തോടെ തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ അവർ മിസൈലുകൾക്ക് പകരം ലേസർ ഗണ്ണുകൾ അല്ലെങ്കിൽ ലേസറാണ് ഉപയോഗിക്കുന്നത്. ഒരു ബുള്ളറ്റിന് പകരം ലൈറ്റ് സ്പീഡിൽ പോകുന്ന ലേസറുകൾ ഉപയോഗിച്ചാൽ ഇത് വളരെ ചീപ്പാണ്, വളരെ ഫാസ്റ്റാണ്. പെട്ടെന്ന് ഇറാൻ്റെ ഈ ബോട്ടുകളെ തകർക്കാൻ സാധിക്കും. ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത് ഇറാൻ ബോട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഡ്രോൺ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ നശിപ്പിച്ചുകൂടാ? ഇറാനിന് ബോട്ട് ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് ഫ്ലൈയിങ് റോബോട്ടുകളെ ഉണ്ടാക്കാമല്ലോ. ഇപ്പം നിലവിൽ സമുദ്രത്തിൽ നടക്കുന്നത് ഒരു ടെക് വാറാണ്. ഇറാൻ പുതിയ ബോട്ടുകൾ ഇറക്കുന്നു, അമേരിക്ക അതിനെ തോൽപ്പിക്കാൻ പുതിയ AI ഇറക്കുന്നു. ഇതൊരു നെവർ എൻഡിങ് ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളെയും ബാധിക്കും. കാരണം ഇറാൻ കുറേ നാളുകളായി ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അടച്ചിട്ടാൽ നമ്മുടെ ഒന്നും വീട്ടിലേക്ക് ഗ്യാസ് എത്തത്തില്ല, പെട്രോൾ എത്താൻ ക്ഷാമം വരും, പെട്രോളിൻ്റെ വില കൂടും. ഇത് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയെ പോലും കാര്യമായി ബാധിക്കും. സോ ഇതൊരു കൊതുക് യുദ്ധം മാത്രമല്ല, പല രാജ്യങ്ങൾക്കും ഇതൊരു ഭീഷണിയാണ്. കാരണം അവരുടെ ഇക്കണോമി തന്നെ ബാധിക്കുന്ന വലിയൊരു കാര്യമാണ്. യുദ്ധത്തിൽ ജയിക്കാൻ വലിയ സൈസും ബഡ്ജറ്റും മാത്രം പോരാ, സ്മാർട്ടായിട്ട് ചിന്തിക്കാനൂടെ പറ്റണം. ഇറാൻ അറിയാം അവരൊരു സൂപ്പർ പവർ അല്ല, പക്ഷേ അവരുടെ കുറവ് അവരുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അമേരിക്കയുടെ മോഡേൺ ടെക്നോളജി ഇറാനെ തോൽപ്പിക്കുമോ? അതോ ഇറാൻ്റെ ഈ ബോട്ട് സ്ട്രാറ്റജി അമേരിക്കയെ തോൽപ്പിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഷെയറും ലൈക്കുമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. താങ്ക് യു.